ഇന്നത്തെ പ്രതിസന്ധിയെ ഭീഷണിയെ കുറിച്ച് അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് ആദ്യമായി വടക്കോട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പൊക്കെ വടക്ക് നിന്ന് തെക്കോട്ട് പോവുകയായിരുന്നു. തെക്കോട്ട് പോകുക എന്നുള്ളത് മലയാളത്തിൽ വേറൊരു അർത്ഥമുണ്ട്. തെക്കോട്ട് പോവുകയായിരുന്നു സംഘടനകൾക്ക്. വടക്കോട്ട് സഞ്ചരിക്കുന്നു. മണിപ്പൂരില്, രാജസ്ഥാനില്, പിന്നെ ആന്ധ്രാപ്രദേശില്, മധ്യപ്രദേശില്, അതേപോലുള്ള സ്ഥലങ്ങളിൽ ഉത്തർപ്രദേശില് ഞങ്ങൾ ക്രമേണയായി ഈ സന്ദേശം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാവി, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ, ദളിതുകളുടെ അവരുടെ കൈകളിലാണെന്നും അവര് സ്വയം ശക്തിയാർജിച്ച് രണ്ടു കാലിൽ നിന്നുകൊണ്ട് നെഞ്ചൂക്കോടുകൂടി തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചും മറ്റുള്ളവരുടെ അവകാശങ്ങളെ കുറിച്ചും സംസാരിക്കണമെന്ന് പറയുന്ന ഒരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആ അർത്ഥത്തിലുള്ള സ്വീകാര്യതയുമുണ്ട്. ആ അർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പ്രസ്ഥാനം വരുന്നു, കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെതായ അർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയിട്ട് വമ്പിച്ച പ്രോത്സാഹനം നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചെറിയ പീഡനം കൊണ്ട് അല്ലെങ്കിൽ വൻതോതിൽ ഞങ്ങളുടെ പേരിൽ കേസെടുത്തുകൊണ്ട് ഞങ്ങളുടെ ജയിലുകളിൽ മുഴുവൻ ഞങ്ങളിട്ട് നിറച്ചതുകൊണ്ട് അവസാനിക്കുന്നതല്ല. കാരണം ഇന്ത്യയിലെ ജയിലുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാരെ മുഴുവൻ ഉൾക്കൊള്ളാൻ മാത്രം ശേഷിയുള്ള ജയിലുകളല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ചരിത്ര ദൗത്യം നിറവേറ്റുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ 10-17 കൊല്ലമായി ഞങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നു. പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രിയായിട്ട് ലാബിലിന്റെ കാശുമൊക്കെ വാങ്ങിക്കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു മുമ്പ്. അദ്ദേഹം പറഞ്ഞു 60 സ്ഥലങ്ങളിൽ ഞങ്ങൾ ആയുധ പരിശീലനം നടത്തുന്നു. പിണറായി വിജയൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർമാർഗം കാണിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാറുള്ളത്. 60 സ്ഥലങ്ങളിൽ ആയുധ പരിശീലനം നടക്കുക. ഞങ്ങൾ ചെറിയ സംഘടനയാണ്. ഇത്രയൊന്നും ആളുകളൊന്നുമില്ല, ഞങ്ങൾക്ക് പത്രമൊന്നുമില്ല, ഒരു ചെറിയ ദൈവാരിക, അതൊക്കെ മാത്രമല്ല ഒരു ചെറിയ സംഘടന. നമ്മൾ പറഞ്ഞു പിണറായി വിജയനോട്, പക്ഷെ വിജയൻ ഒരു കാര്യം ചെയ്യണം, 60 ആയുധ പരിശീലനം നടത്തുന്ന കേന്ദ്രങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരം ഇന്റലിജൻസ് ബ്യൂറോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അഡ്രസ് ഞങ്ങൾക്ക് തന്നാല് അവരെ ഞങ്ങൾക്ക് NDF-ൽ ചേർക്കാമായിരുന്നു എന്നാ പറഞ്ഞത്. 60 സ്ഥലങ്ങളിൽ അവരെ, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയുധ പരിശീലനം കൊടുക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു. അപ്പൊ ചിലരെങ്ങാനും NDF-ന്റെ ലാബിൽ ഇങ്ങനെ പലതും നടത്തുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 60 യൂണിറ്റുകൾ ഒന്നിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പിണറായി വിജയനോട് പറഞ്ഞത്. പിണറായി വിജയൻ അന്ന് മിണ്ടാട്ടം മുട്ടിയ പിണറായി വിജയൻ പിന്നെ മാറാട് പ്രദേശത്ത് അവർ നടത്തിയ കലാപത്തിന്റെ പിറ്റേ ദിവസമാണ് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിനെ കുറിച്ച് സംസാരിച്ച് NDF-കാരാണ് മാറാട് ആക്രമണം നടത്തിയത് എന്ന് പറയുന്ന ശുദ്ധമായ ഇടതുപക്ഷം പ്രചരിപ്പിച്ചത്. അത് ഞങ്ങൾ പറഞ്ഞു. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ RSSന്റെ ഒരാൾ പറഞ്ഞു, മാറാട് സംഘർഷ RSSന്റെ അല്ല, BJP-യുടെ CPM-ന്റെ ഒരാൾ പറഞ്ഞു, മാറാട് കലാപത്തിൽ, മാറാട് കൂട്ടക്കൊലയില് NDF-കാരുണ്ടായിരുന്നു. ഞങ്ങൾ എണ്ണിക്കൊടുത്തു, ഇത്ര അധികം ആളുകൾ അവിടെ ജയിലിലുണ്ടായിരുന്നു. 182 ആളുകൾ, അതിൽ ഇത്ര CPM-മാര്, ഇത്ര മുസ്ലിം ലീഗുകാർ. സമാധാനത്തിന്റെ വേറൊരു മടപ്രാപുകളുണ്ട് മുസ്ലിം ലീഗുകാർ. അവര് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയിരുന്നു. പക്ഷെ ഈ കടൽ തീരത്തുള്ള നമ്മുടെ സഹോദരന്മാർക്ക് നമ്മളുടേതായ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞു. കാശ്മീരിലേക്ക് പോയതിനെ പറ്റി പറഞ്ഞല്ലോ. കാശ്മീരിൽ പോയിട്ട് അവിടെ ഒരു ചെറുപ്പക്കാരൻ ഫയ്യാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പിന്നെ 4 ആളുകളെ കൂടെ നിഗൂഢമായ സാധ്യത. കാശ്മീരിൽ എന്താ നടക്കുന്നത് നമുക്കറിയില്ല. നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനടുത്ത് 1-2 സത്യങ്ങൾ പുറത്തു ചാടി. ഒരു കേണലും ഒരു മേജറും കൂടി ഒരു 2-3 കാശ്മീരി ചെറുപ്പക്കാർക്ക് 5000 രൂപ കൈക്കൂലി കൊടുത്തിട്ട് നിയന്ത്രണ രേഖയുടെ അടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് വെടിവെച്ചു പോയി. നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാത്ത വിഷയമാണ്. അവിടെ വെച്ച് വെടിവെച്ചു പോകും. എന്നിട്ട് പത്രങ്ങളിൽ വരുത്തിയത് മുസ്ലിം തീവ്രവാദികൾ, കശ്മീരിൽ നിന്ന് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള കശ്മീരിൽ നിന്ന് ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കശ്മീരിലേക്ക് വരുമ്പോൾ ഞങ്ങൾ വെടിവെച്ചു കൊന്നു എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ പണ്ട് വിയറ്റ്നാമിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം, വിയറ്റ്കോംകാരുടെ കാട അറുത്തിട്ട് കൊണ്ടുകൊടുത്താൽ അമേരിക്കൻ പട്ടാളക്കാർക്ക് പ്രത്യേകമായുള്ള അലവൻസ് കൊടുക്കുമായിരുന്നു. കാത് അറുത്ത് കൊടുക്കണം, എന്നാലേ ആളെ കൊന്നു എന്നുള്ളതിന് തെളിവ്. അതേപോലെ ഞങ്ങൾ ഇത്ര 3 തീവ്രവാദികളെ വെടിവെച്ചു കൊന്നു
എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. കേണലിന് ലെഫ്റ്റനന്റ് കേണൽ. ലെഫ്റ്റനന്റ് കേണൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഞെട്ടണം കേട്ടോ. കാരണം ഒരു ലെഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്ന് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ എല്ലാ കലാപങ്ങളും ഈ പറഞ്ഞ എല്ലാ സ്ഫോടനങ്ങൾക്കും പിന്നിൽ എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ ലെഫ്റ്റനന്റ് കേണലും മേജർക്കും പ്രത്യേകമായ റിവാർഡ്, ശമ്പളത്തിൽ വർധനവ്, പ്രൊമോഷൻ. ഇതാ കാശ്മീരിൽ നടക്കുന്ന കാര്യം. ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. ഫയ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരനോട് കൊല ചെയ്യുമ്പോൾ എന്താ കാരണം നമുക്കറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരോട് കിട്ടിയില്ല. ഏതായാലും പോപ്പുലർ ഫ്രണ്ടുകാർക്ക് അങ്ങനെ ഒരു പണിയില്ല. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് അറസ്റ്റുകാരെ നേരിടുന്നതിന് അങ്ങനെ പാകിസ്ഥാനിൽ പോയിട്ട് ആയുധ പരിശീലനം നടത്തേണ്ട ആവശ്യമില്ല. ചെറിയ കളിക്കോപ്പ് മതി എന്നല്ലേ ഇപ്പം മനസ്സിലാവുക. അപ്പോ അതല്ല പ്രശ്നം. പിന്നെ ആ ഫയ്യാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കൊല ചെയ്യപ്പെട്ടപ്പോ ഏതൊരാളും കൊല ചെയ്യപ്പെട്ടവർ തന്റെ പുത്രന്റെ മൃതദേഹം കാണുന്നതിനുള്ള ഒരു ആഗ്രഹം ഒരു മാതാവിന്, ഒരു പിതാവിനുണ്ടാവും. ആ മാതാവിന്റെ അടുത്ത് പോയിട്ട് ഡിവൈഎഫ്ഐക്കാർ പറയുകയാണ്, ഈ ജനജാഗ്രത പരേഡ് നടത്തുന്ന അതേ ഡിവൈഎഫ്ഐക്കാർ പറയുകയാണ്, ഈ മൃതദേഹം കേരളത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ വമ്പിച്ച കലാപം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങള് എനിക്ക് ആ തീവ്രവാദിയായ പുത്രന്റെ മൃതദേഹം കാണേണ്ടതില്ല എന്ന് നിങ്ങൾ പ്രസ്താവന കൊടുക്കണം. പ്രസ്താവന വിനനാണ് എഴുതിയത്. അതിൽ ആ പാവം കയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ട് എന്താണ് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സഹോദരിമാരുടെ രാജ്യസ്നേഹം എന്ന് നമ്മുടെ അന്തരിച്ച ബഹുമാന്യനായ ശിഹാബ് തങ്ങൾ വരെ പ്രസ്താവന. ഇത് കാശ്മീരിന്റെ കാര്യം ഞങ്ങൾ കയ്യിൽ താല്പര്യമില്ല. അത് സംബന്ധിച്ചുള്ള വിവാദങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം നമ്മള് ഇന്ത്യയിൽ ഇൻഡിജിനസ് ആയിട്ട് തദ്ദേശീയമായ ഉദ്ദേശങ്ങളോടുകൂടി തദ്ദേശീയമായ താല്പര്യത്തോടുകൂടി പാകിസ്ഥാന്റെയോ ബംഗ്ലാദേശിന്റെയോ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ താല്പര്യങ്ങളല്ല, നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ കുറേശ്ശെയായിട്ട് ഈ രാജ്യത്തിന്റെ മുഖ്യധാരയുടെ ഭാഗമായി തീരണം. മുഖ്യധാര എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അത്ഭുത വസ്തുവാണ്, അതിൽ ചേർന്ന് അടങ്ങുന്നുള്ള വാശികൊണ്ടൊന്നുമല്ല. ഈ രാജ്യത്ത് പൊതു ഇടങ്ങൾ മുഴുവൻ RSSന്റെ പിന്നെ ആയുധ പരിശീലനം കിട്ടിയിട്ടുള്ള വളണ്ടിയർമാരെ കൈയടക്കി വെച്ചിരിക്കുന്നു. പൊതു ഇടങ്ങളിലേക്ക് മറ്റു സമൂഹങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല. അത് DHRMനും കടന്നു ചെല്ലാൻ സാധ്യമല്ല, പോപ്പുലർ ഫ്രണ്ടിനും കടന്നു ചെല്ലാൻ സാധ്യമല്ല എന്ന് പറയുന്ന ആ പഴയ സൂത്രവാക്യം ഞങ്ങൾ തിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ ഫ്രീഡം പരേഡ് നടത്തുന്നത്. ഫ്രീഡം പരേഡ് നടത്തിയിട്ട് കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ ഇങ്ങനത്തെയുള്ള പരേഡുകൾ നടത്തിയിട്ട് ഒരപകടവും ഉണ്ടായിട്ടില്ല. കാരണം ഈ ഫ്രീഡം പരേഡ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് യഥാർത്ഥ സ്വാതന്ത്ര്യമാക്കി മാറ്റുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഈ നാട്ടിലെ പുതിയ തലമുറക്കാണ് എന്ന് പറയുന്ന സന്ദേശമാണ് ഞങ്ങൾ ഫ്രീഡം പരേഡിൽ അവതരിപ്പിക്കുന്നത്. ഫ്രീഡം പരേഡ് വിലക്കുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാഷ്ട്രത്തിന്റെ ചിഹ്നങ്ങൾ, നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു, ഈ രാഷ്ട്രത്തിന്റെ ചിഹ്നങ്ങൾ ചില വിഭാഗങ്ങൾക്ക് അപ്രാപ്യമാക്കി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. ആ വിഭാഗമാണ് 1930കളില് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പേരിൽ ഒരു ചെറിയ എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അനർത്ഥം ഉണ്ടാക്കിയ ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ഗോൾവാൾക്കറിന്റെ സങ്കല്പമാണത്. ഇന്ത്യയില് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള്,